ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അനേകർക്ക് ആശയവും ആശ്രയവുമായ മരുഭൂമിയിലെ മണർകാട് എന്നറിയപ്പെടുന്ന നമ്മുടെ ദേവാലയം ഹോളി വീക്കിലെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്ന ഡെയിലി ഡിവോഷൻ, അതിലേക്ക് നിങ്ങളെ ശുശ്രൂഷിച്ച ബലഹീൻ ആയിരിക്കുന്ന ഞാനും കൂടി ജോയിൻ ചെയ്യുകയാണ്. ഇത് എബിയച്ചനാണ്. ഒത്തിരി സന്തോഷം. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 23 മുതൽ 32 വരെ ഉള്ള വാക്യങ്ങളാണ് ദിനം തോറുമുള്ള ആ ധ്യാനത്തിനായി എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വായിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഒരു വൈഡ് പോർഷനാണ്. പക്ഷെ അച്ഛൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. ഇതിൽ കാണുന്ന 2 കാര്യങ്ങൾ, ഒന്ന് അതോറിറ്റി ഓഫ് ഗോഡ്, രണ്ടാമത്തേത് ഒബീഡിയൻസ് ഓഫ് മാൻ. യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരനുഭവം നമ്മളവിടെ കാണുന്നുണ്ട്. യേശു തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പുരോഹിതന്മാരും മൂപ്പന്മാരും എല്ലാവരുമുള്ള ഒരു സദസ്സിൽ തമ്പുരാൻ ഇതാ വളരെ സന്തോഷത്തോടും അതിലുപരി ദൈവിക ബോധ്യത്തോടും കൂടി ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ യേശു തമ്പുരാൻ്റെ അടുക്കൽ അവിടുത്തെ പുരോഹിതന്മാരും മൂപ്പന്മാരും ചോദിക്കുന്നു, നീ ഇതെല്ലാം ഏത് അധികാരത്തിൽ ചെയ്യുന്നു? അവർക്ക് യേശു തമ്പുരാനെ ഉൾക്കൊള്ളുവാനുള്ള താല്പര്യം, മനസ്സിലാക്കുവാനുള്ള താല്പര്യം അവർക്കില്ലായിരുന്നു. യേശു തമ്പുരാൻ മശിഹായാണ്, ലോകത്തിൻ്റെ വിമോചകനും വിടുതൽ നൽകുന്നവനുമാണെന്നുള്ള ആ വലിയ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട അവർ, നീ ഇത് ഏതധികാരത്തിൽ ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് അവർക്കുണ്ടായിരുന്നത്. യേശു തമ്പുരാനെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലുമെല്ലാം കുടുക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, ദൈവരാജ്യം സ്ഥാപിക്കാതിരിക്കുവാൻ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ടെസ്റ്റിംഗ്. അതൊരു ഈവിൾ സ്പിരിറ്റാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവിക കൽപ്പനകൾ പാലിക്കേണ്ട നമ്മളൊക്കെ ദൈവകൽപ്പനകളെ, കർത്താവിൻ്റെ ഗാത്രമായിരിക്കുന്ന സഭയെ, സഭയുടെ രീതികളെ, ശൈലികളെല്ലാം നമ്മൾ സമീപിക്കുന്നത് പരീക്ഷ മനോഭാവത്തോടെയാണോ എന്നുള്ളൊരു ചോദ്യം അച്ഛൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റുവാനായിട്ട് സാധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആ വലിയ അതോറിറ്റി, അധികാരത്തിന് കീഴ്പ്പെടാം, അനുസരിക്കാം. നമുക്ക് പൂർണ്ണമായും ഈ ഹോളി വീക്ക് അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവേ, അവിടുന്ന് പ്രഭാതത്തിൽ തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അനേകർക്ക് ആശയവും ആശ്രയവുമായിരിക്കുന്ന ഞങ്ങളുടെ ദേവാലയം അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കൾ, ഭാരത്തിലിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിവാഹത്തിനായി ഒരുങ്ങുന്നവർ, വിവാഹ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നവർ, വിവിധങ്ങളായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. കരുണാക്കടലിൻ്റെ കർത്താവേ, കരുണയുടെ കടലായിരിക്കുന്ന അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യ, ആശ്വാസവും സമാധാനവും നൽകണമേ. നാൾതോറും തന്ന കരുണയ്ക്കും കൃപയ്ക്കുമായ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ ശുശ്രൂഷയിൽ പാർട്ടാകുവാൻ തമ്പുരാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. ഗോഡ് ബ്ലസ് യു.